ഇപ്പോൾ സുരേഷ് ഗോപി സിദ്ധാർത്ഥിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. സമൂഹത്തിന്റെ ഒരു ആവശ്യം കൂടെയാണ്. നിലവിലുള്ള അന്വേഷണത്തിൽ ഒട്ടനവധി പോരായ്മകൾ പറയുന്നുണ്ട്. മാത്രമല്ല CPM-ന്റെ ലോക്കൽ ആൾക്കാർ തൊട്ട് MLA ആയിട്ടുള്ള ആൾക്കാർ വരെ നേരിട്ട് ഇടപെടുന്നു എന്നാണ് പറയുന്നത്. ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു ഏജൻസിയുടെ അന്വേഷണം കൊണ്ട് ഈ സത്യാവസ്ഥ പുറത്തു വരുമെന്ന് കരുതുന്നു. നമ്മളിങ്ങനെയുള്ള ഇപ്പോൾ വന്ദന കേസിലായാലും വ്യക്തമായിട്ട് എല്ലാവരും കണ്ടതാണ്, പോലീസുകാരും കണ്ടതാണ് ആരാണ് ഈ കൃത്യം ചെയ്തതെന്ന്. ഈ 51 വെട്ടിൻ്റെ കാര്യത്തിലായാലും എല്ലാവർക്കും അറിയാം ഇതാരാ ചെയ്തതാണ്. ചെയ്യാത്തവരും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അവരുടെ എല്ലാം കുടുംബങ്ങളുടെ അവസ്ഥയും നമ്മുടെ ഹൃദയം നനയിപ്പിക്കണം. അവർ പറയുന്നത് വെറും നുണയാണെന്ന് നമുക്കങ്ങ് തള്ളിക്കളയാനൊക്കത്തില്ല. ഇതിനെല്ലാം ഒരു സത്യമുണ്ട്, കോൺസ്പിറേറ്റേഴ്സ് അവിടെ. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയ ലാഞ്ചനയുടെ പുറത്ത് ഇതിനെ പിന്തുണയ്ക്കാനും തെളിവ് നശിപ്പിക്കാനും പ്രതികൾക്ക് കുടപിടിക്കാനും ഇറക്കുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ അവരാണ് ഇതിൻ്റെ കോൺസ്പിറേറ്റേഴ്സ്. അപ്പോൾ ഇതൊക്കെ ആരാണ് ചോദ്യം ചെയ്യുന്നത്? രാജാവ് കള്ളനല്ല എന്ന് ആദ്യം നമുക്ക് വിശ്വാസം വരണ്ട. അപ്പോൾ ഒരു പ്രതി രാജാവിനെ നമ്മൾ കാണണം. ഞാൻ പറയും, ഇത് കാലതാമസം കൂടാതെ ജുഡീഷ്യൽ അന്വേഷണം ഇപ്പം ഗവർണർ ഉത്തരവിട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇത് ഒരു എക്സ്റ്റേണൽ ഏജൻസി CBI പോലെ ഒരു സംഘം ഉറപ്പായിട്ടും സമീപഭാവിയിൽ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. മാർച്ച് 6 അദ്ദേഹത്തിന് നേരത്തെ കൊണ്ട് ആവശ്യപ്പെടുമോ? അല്ല, അതിപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വരണമെന്നില്ല, നമുക്കെപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്ന. പക്ഷെ അവിടെ അല്ലല്ലോ ഇതിരിക്കുന്നത്. ഇവിടെ ഹൈക്കോടതിയിൽ നിന്ന് കനിവുണ്ടാവണം, അല്ലെങ്കിൽ സ്റ്റേറ്റ് സർക്കാർ. അതെ, അത് ഹൈക്കോടതി വഴിയാണ്. സ്റ്റേറ്റ് സർക്കാർ അവിടെ സമ്മതിക്കണം. വിളിക്കാനും മറയ്ക്കാനും രക്ഷിക്കാനും ഒന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ആവശ്യപ്പെടുന്നതിന് മുമ്പ് സർക്കാർ അത് കോടതിയിൽ സമ്മതിക്കും. ഞാൻ ആ VCയുടെ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്ന ആ ഒരു പോർഷൻ കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് അയാളെയാണ്. ഡീനിനെ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. പക്ഷേ എങ്കിലും സിദ്ധാർത്ഥിൻ്റെ അച്ഛനും കുടുംബക്കാരും ഒക്കെ എല്ലാ അവസ്ഥയിലും ആ ഡീനിനെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത ആൾക്കാരാണ്. അവർ പകർന്ന് തന്ന അറിവിൽ നിന്ന് ക്രിമിനൽസൊക്കെയാണ് ഇപ്പോൾ ഡീനും VC-ഒക്കെ ആവുന്നത് എന്ന് മാത്രമേ ചോദിക്കാനൊക്കെ. സംശയമാണ്, അതുമൊക്കെ തെളിയിക്കപ്പെടണം. അല്ലല്ല, കുറച്ച് ജോലിയുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണം, നാളെ പഴവങ്ങാടി പോകണം, ശാസ്ത്രമംഗലം മഹാദേവരെ കാണണം. ഇന്ന് പോയില്ല, നാളെ പോകും. കുറച്ച് ജോലി നേരത്തെ പറഞ്ഞു പോയതെല്ലാം ഇന്ന് വെച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റും വായിക്കണം, അത് കഴിഞ്ഞിട്ട്. സിദ്ധാർത്ഥിന്റെ വീട് സന്ദർശിച്ച് കുടുംബത്തിന് ആത്മധൈര്യം പകരാനുള്ള സന്ദർശനമായിരുന്നുവെന്ന് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. ഒന്നും വിശ്വസിക്കാനാകുന്നില്ല. പക്ഷേ സിദ്ധാർത്ഥിന്റെ മരണത്തിലുള്ള സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട്. അതിക്രൂരമായിട്ടാണ് ഒരു പാവത്തിനെ കൊന്നത്. ഒരു മാതാപിതാക്കൾക്കും ഈ അവസ്ഥ വരരുത് എന്ന് പറഞ്ഞു. മൂല്യച്യുതി സംഭവിച്ചെങ്കിൽ തിരുത്താൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണം എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. മാത്രമല്ല, രാജാവ് കള്ളനല്ലെന്ന് ജനം അറിയണം. ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ ആവശ്യകത. മാത്രമല്ല, CBI പോലെ എക്സ്റ്റേണൽ ഏജൻസി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാർ മുൻകൈ എടുക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. സുരേഷ് ഗോപി ഇപ്പോഴും മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് തത്സമയം. ഒരവസ്ഥയും ഒരു വളരെ വിശേഷപ്പെട്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് തൃശ്ശൂർ തന്നെ.
പെൺകുട്ടിയാണ്, അതുകൊണ്ട് അതിൻ്റെ ജീവനെ സംബന്ധിച്ച് എനിക്കൊരു ഉത്തരവാദിത്വമുള്ളതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയുന്നില്ല. ക്യാമ്പസിൽ നടന്നതാണ്. ഇതേ ക്യാമ്പസിലാണോ? തൃശ്ശൂരാണ്. ക്യാമ്പസിൽ നടന്ന സംഭവം ഇലക്ഷൻ ആയതുകൊണ്ട് മാത്രം എനിക്കങ്ങനെ ആ സമയത്ത് ഇതൊന്നും എടുത്ത് പൊട്ടിക്കുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷെ വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇവിടെയാണോ അത് കേരളവർമ്മ കോളേജിൽ? അതിൽ കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. എൻ്റെ ഫോണിൽ ആ കുട്ടിയുടെ അമ്മയുടെ മെസ്സേജസ് മുഴുവനുണ്ട്. ഇല്ലല്ല, സിദ്ധാർത്ഥിൻ്റെ മരണം എന്നേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. നിയമം തെളിയിക്കട്ടെ. പക്ഷെ അതിൽ അവർ ഭയപ്പെട്ട് ഒരു പിന്നോട്ട് പോക്കെന്ന് പറയുന്നത് നിരന്തരമായിരിക്കണം. ഈ പിന്നോട്ട് പോക്ക് എത്ര ഞാൻ പറയുന്നുള്ളൂ. കാരണം അതും വിദ്യാർത്ഥികളാണ്, വിദ്യാർത്ഥിനികളുമുണ്ട്. അത് ക്യാമ്പസിൽ നടന്ന സംഭവമാണോ? വ്യക്തമായില്ലേ? വിദ്യാർത്ഥികളുമുണ്ട് എന്ന് പറയുമ്പോൾ വ്യക്തമല്ലേ? ഗുരുതരമായ മറ്റൊരു സാഹചര്യം നിലനിൽക്കുന്നു. അദ്ദേഹം പറഞ്ഞത് തൃശ്ശൂരിൽ തന്നെയാണ് ഗുരുതരമായ മറ്റൊരു സാഹചര്യം. ഒരു പെൺകുട്ടിയുടെ ജീവനായതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ആ കുട്ടിയുടെ അമ്മയുടെ മെസ്സേജുകൾ തൻ്റെ പക്കലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ സമയമാകുമ്പോൾ അത് പുറത്തു പറയാമെന്ന നിലപാടാണ് ആ വിഷയത്തെക്കുറിച്ച്. എന്താണ് ആ വിഷയത്തെക്കുറിച്ച് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അദ്ദേഹം അങ്ങനെയാണ് മറുപടി പറഞ്ഞത്. തൃശ്ശൂരിലും സമാന അന്തരീക്ഷം തന്നെയാണ്. സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥിൻ്റെ ഭവന സന്ദർശനത്തിന് ശേഷം സമാനമായ അന്തരീക്ഷം തൃശ്ശൂരിലുമുണ്ട്. ഒരു പെൺകുട്ടിയാണ് ഇര എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് പിന്നിലും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമുണ്ട്. അത് അങ്ങനെ പറയുമ്പോൾ എന്താണ് എന്ന് മനസ്സിലാക്കാമല്ലോ എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിക്കുകയുണ്ടായി. ഒപ്പം തന്നെ VCക്കും ഡീനുമെതിരെ വലിയ രീതിയിലുള്ള വിമർശനം അദ്ദേഹം ഉന്നയിച്ചു. ക്രിമിനലുകളാണ് ഇപ്പോൾ VCയും ഡീനുമാകുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കാലതാമസമില്ലാതെ അന്വേഷണത്തിൻ്റെ ആവശ്യം, ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ ആവശ്യകത, ഒപ്പം തന്നെ CBI അന്വേഷണം, അതിന് സംസ്ഥാന സർക്കാർ മുൻകൈ എടുക്കേണ്ടതിൻ്റെ ആവശ്യകത. കാരണം രാജാവ് നഗ്നനല്ലെന്ന് ജനം അറിയണമെങ്കിൽ അത്തരത്തിൽ മുൻകൈ എടുക്കണം. പിന്നോട്ട് പോകലുകൾ ഒരുപാടുണ്ട്, അതിങ്ങനെ തുടർച്ചയാകുന്നു എന്ന് അദ്ദേഹം നിലവിലെ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് സംബന്ധിച്ചായിരിക്കണം അദ്ദേഹം അങ്ങനെ ഒരു പ്രതികരണം കൂടി നടത്തുകയുണ്ടായി. രാഷ്ട്രീയ പാർട്ടികൾക്ക് മൂല്യച്യുതി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ തയ്യാറാകണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സിദ്ധാർത്ഥിൻ്റെ വീട് സന്ദർശിച്ച അദ്ദേഹം കുടുംബത്തിന് ആത്മധൈര്യം പകരാനുള്ള സന്ദർശനമായിരുന്നു എന്ന് പറഞ്ഞു. വളരെ അസ്വസ്ഥനായിട്ടാണ് അദ്ദേഹം അതിനുശേഷം കാണപ്പെട്ടത്. സിദ്ധാർത്ഥിൻ്റെ അച്ഛനോട് സംസാരിച്ച കുടുംബത്തിൻ്റെ വിഷമം നേരിട്ട് മനസ്സിലാക്കിയ സുരേഷ് ഗോപി വളരെ വൈകാരികമായി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. വളരെ ക്രൂരമായിട്ട് ഒരു പാവത്തിനെ കൊന്നു, അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണം, ഒരു മാതാപിതാക്കൾക്കും ഈ അവസ്ഥ വരരുത് എന്നും അദ്ദേഹം പറഞ്ഞു. തൃശ്ശൂരിലും അതുപോലെ ഒരു അന്തരീക്ഷമുണ്ട്, വളരെ ഗുരുതരമായൊരു സാഹചര്യമുണ്ട്. ഒരു പെൺകുഞ്ഞാണ് അതിൻ്റെ ഇര. അതിൻ്റെ ജീവിതം ഓർത്തുകൊണ്ട് മാത്രം താൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഈ ഒരു അവസരത്തിൽ പറയുന്നില്ല എന്നും സുരേഷ് ഗോപി പറയുകയുണ്ടായി. സിദ്ധാർത്ഥിൻ്റെ മരണത്തിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണമെന്ന് സുരേഷ് ഗോപി ആവർത്തിച്ച് ആവശ്യപ്പെട്ട സാഹചര്യം. വിവരങ്ങൾ നൽകാൻ ശാലിനിയുണ്ട്. ശാലിനി, സിദ്ധാർത്ഥിൻ്റെ വീട് സന്ദർശിച്ച ശേഷം സുരേഷ് ഗോപി മാധ്യമങ്ങളോട് അതൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്. വിവരങ്ങൾ. ലക്ഷ്മി, വളരെ വൈകാരികമായൊരു പ്രതികരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന്, സുരേഷ് ഗോപി XMPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ പല കാര്യങ്ങളും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിന് നേരെ നടത്തുന്ന ഒരു സാഹചര്യം കൂടി സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അദ്ദേഹം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ചില സുപ്രധാനമായിട്ടുള്ള ചില വെളിപ്പെടുത്തൽ കൂടി നടത്തിയതിനു ശേഷമാണ് സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ സിദ്ധാർത്ഥിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം തിരികെ മടങ്ങിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ എങ്ങനെയാണ്: ഈ കുടുംബത്തിന് ആത്മധൈര്യം വേണം, ആ ആത്മധൈര്യം പകരാനാണ് താൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഈ ഒരു സമയം എത്തിയത് എന്നുള്ളതാണ്. കാരണം സിദ്ധാർത്ഥിന് നേരെ നടന്ന അക്രമങ്ങൾ, സിദ്ധാർത്ഥിൻ്റെ മരണം, അത് വളരെ വൈകാരികമായൊരു സംഭവം തന്നെയാണ്. ഇനി ഒരു യുവാവിനും ഒരു വിദ്യാർത്ഥിക്കും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല. ഒരു കുടുംബത്തിനും ഒരു മാതാപിതാക്കൾക്കും ഇത്തരത്തിലൊരു അനുഭവം സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നൊരു കാര്യമാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. അത്ര ക്രൂരമായാണ് ആ വിദ്യാർത്ഥിയെ കൊല ചെയ്തത് അല്ലെങ്കിൽ കൊലപ്പെടുത്തിയത്, അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് എന്നുള്ളതാണ് സുരേഷ് ഗോപി പറയുകയും ചെയ്യുന്നത്. ഇപ്പം തന്നെ
മൂല്യച്യുതി സംഭവിച്ചൊരു സമൂഹമായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ അത് മനസ്സിലാക്കണം, അത്തരത്തിലുള്ള സംഭവങ്ങളിൽ നിന്ന് പിന്തിരിയണം എന്നൊരു അഭ്യർത്ഥന കൂടി സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഒപ്പം തന്നെ ഈ രാജാവ് കള്ളനാണ് എന്ന് അല്ലെങ്കിൽ രാജാവ് നല്ലതാണ് എന്ന് അത് ജനം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിനുള്ള സമയമായിരിക്കുന്നു എന്നുകൂടി അദ്ദേഹം ഓർമ്മിപ്പിടിക്കുകയുണ്ടായി. അത് മാത്രമല്ല, ഒരു അന്വേഷണം, കൃത്യമായ അന്വേഷണത്തിനായി ഒരു CBI, പ്രത്യേകിച്ച് കേരള പോലീസിന്റെ പ്രത്യേക സംഘമാണ് ഈ അന്വേഷണം നടത്തുന്നത്. പല പ്രതികളിലേക്കും എത്തിയൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണത്തിലേക്കും കൃത്യമായ പ്രതികളിലേക്കും ഒക്കെ എത്താൻ അധികം കാലതാമസം ഉണ്ടാകാൻ പാടില്ല. ഒപ്പം തന്നെ ഒരു CBI അന്വേഷണം ഈ കേസിൽ ഉണ്ടാകണമെന്ന് കൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അത് മാത്രമല്ല, ഈ VC പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട ചോദ്യം, ഗവർണർ സ്വീകരിച്ച നടപടികൾ, ഒപ്പം തന്നെ ജുഡീഷ്യൽ അന്വേഷണം ഉൾപ്പെടെ ഗവർണറുടെ ഭാഗത്ത് നിന്ന് ആവശ്യപ്പെട്ട ഒരു സാഹചര്യം, അതിനെപ്പറ്റി അദ്ദേഹത്തോട് ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇത്തരത്തിൽ ക്രിമിനലുകളാണോ ഒരു സംസ്ഥാനത്തെ സർവകലാശാലയുടെ VCയും ഡീനും ഒക്കെയായി ഇരിക്കുന്നത്, അതെന്ത് വിരോധാഭാസമാണ് എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുകയും ചെയ്തിട്ട് ഉള്ളത്. അതുമാത്രമല്ല, സമാനമായൊരു സംഭവം തൃശ്ശൂരിൽ നടന്നിട്ടുണ്ട്. അതിനൊരു ഇരയായിട്ടുള്ളത് വിദ്യാർത്ഥിയാണ്. സിദ്ധാർത്ഥന് സമാനമായ ചില സംഭവങ്ങൾ അല്ലെങ്കിൽ പീഡനങ്ങൾ ആ വിദ്യാർത്ഥിനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇര വിദ്യാർത്ഥിനിയാണ്. അതിൻ്റെ അമ്മയുടെ വെളിപ്പെടുത്തലുകൾ, അതിൻ്റെ അമ്മയുടെ സന്ദേശങ്ങളൊക്കെ തന്നെ തൻ്റെ ഫോണിലുണ്ട്. അതുകൊണ്ട് അവരോടുകൂടി ഒരു അഭ്യർത്ഥന സുരേഷ് ഗോപി നടത്തുന്നത്, ഒരു രീതിയിലും കേസിൽ നിന്ന് പിന്നോട്ട് പോകരുത്, ഒപ്പം തന്നെ കേസുമായി മുന്നോട്ട് പോകണം. സിദ്ധാർത്ഥിൻ്റെ കുടുംബം നീതിക്ക് വേണ്ടി നടത്തുന്ന നിയമ പോരാട്ടത്തിന് സമാനമായി തന്നെ ആ കുടുംബവും മുന്നോട്ട് തന്നെ വരണം. കൂടുതൽ വിവരങ്ങൾ ആ വിദ്യാർത്ഥിനിയെ പറ്റിയോ സംഭവത്തെ പറ്റിയോ അതേത് കലാലയമാണോ എന്നൊന്നും തന്നെ വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. പക്ഷേ കൃത്യമായൊരു സംഭവം നടന്നിട്ടുണ്ട്. അതിൽ വിദ്യാർത്ഥിനികളും ഒരു റാഗിങ്ങിന് അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഭവത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥിനികളും എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്ന് അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുകയുണ്ടായി. ആ ചോദ്യത്തിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന എന്നൊരു സൂചന കൂടി ഉണ്ടായിരുന്നു. അതിനെ അങ്ങനെ കൂടെ വായിക്കണം. ലക്ഷ്മി അത് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. വിദ്യാർത്ഥിനികളും എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തു ചോദിക്കുന്നുണ്ട്, അത് ആരൊക്കെയാണ്, അല്ലെങ്കിൽ എവിടെയാണ്, എങ്ങനെയാണ്, ആ സംഭവം എന്താണ് എന്നൊക്കെ വീണ്ടും ആവർത്തിച്ച് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അതാരാണ്, എന്താണ്, വിദ്യാർത്ഥിനികളും എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ അതാരൊക്കെയാണ്, എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ട്. എന്തായാലും അത് വിരൽ ചൂണ്ടുന്നത് SFIയിലേക്ക് തന്നെയാണ് എന്നൊരു സൂചന കൂടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നൽകിയിട്ടുള്ളത്. എന്തായാലും കൂടുതൽ നേതാക്കന്മാർ വരും മണിക്കൂറിൽ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്, പ്രത്യേകിച്ച് സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് എത്തും. SFI വളരെയധികം പ്രതിരോധത്തിലാണ് നിൽക്കുന്ന ഒരു സമയം. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ CPM വളരെയധികം പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നൊരു നിമിഷം. ഒപ്പം ജുഡീഷ്യൽ അന്വേഷണം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സംസ്ഥാനത്തിന്റെ പ്രഥമ പൗരൻ തന്നെ കടന്നിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ട്. ഒരു പക്ഷേ നാടറിയാതെ കിടന്നിരുന്ന അല്ലെങ്കിൽ ഒരു നീതി നിഷേധിക്കപ്പെടുമെന്നൊരു സംഭവം അത് മാധ്യമങ്ങൾ വാർത്തയായി കൊണ്ടുവരുന്നു. ഒടുവിൽ സംസ്ഥാനത്തിന്റെ പ്രഥമ പൗരൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിൽ ഇടപെടുന്നു, കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നു. VCയെ ഇന്നലെ സസ്പെൻഡ് ചെയ്യുന്നു. ഡീൻ ഉൾപ്പെടെയുള്ളവരും അസിസ്റ്റന്റ് ഡീൻ ഉൾപ്പെടെയുള്ളവരും ഒരുപക്ഷെ നിയമ നടപടിയും മറ്റ് പ്രതിപട്ടികയിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടി വരുന്ന മണിക്കൂറുകളാണ് ഇന്നത്തെ ഈ പുലർച്ചെ. അതിനിടയിലാണ് ഇത്തരത്തിലൊരു നിർണായകമായ നടപടിയിലേക്ക് കൂടി ഗവർണർ കടന്നിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ തന്നെയാണ് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ വീട് സന്ദർശിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള വിവാദമായൊരു സംഭവം, അതിന്റെ ഏറ്റവും ക്ലൈമാക്സിലേക്ക് അല്ലെങ്കിൽ കുറ്റക്കാരിലേക്ക് കേസന്വേഷണം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഒരു സ്വതന്ത്ര ഏജൻസി കേസ് കൃത്യമായി അന്വേഷിക്കണം. സ്വതന്ത്ര ഏജൻസിയിലൂടെ മാത്രമേ കേസിന്റെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കൂ. പ്രതികളിലേക്ക് കാരണം നമുക്കറിയാം, ഈ CPM നേതാക്കൾ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, SFIയുടെ ഉന്നതങ്ങളിലുള്ളവർ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായി ഈ അന്വേഷണം വഴിതിരിച്ചു വിടാനാണ്. സംസ്ഥാന പോലീസാണ് അന്വേഷിക്കുന്നത്. അന്വേഷണം വഴിതിരിച്ചു വിടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നൊരു പക്ഷേ ആശങ്കപ്പെട്ടിട്ട് കൂടിയാണ് ഇത്തരത്തിലൊരു ഉന്നത ഏജൻസി, ഒരു എക്സ്റ്റേണൽ ഏജൻസി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണം, അല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം, അല്ലെങ്കിൽ CBI വരണം എന്നുള്ള രീതിയിലെ ആവശ്യങ്ങൾ സമൂഹത്തിന് ഇപ്പോൾ സുരേഷ് ഗോപി അത് മാധ്യമങ്ങളോട് പരസ്യമായി പറയുകയുണ്ടായി. പക്ഷേ ഗവർണർ ഉൾപ്പെടെ ശാലിനി സൂചിപ്പിച്ചതുപോലെ മാത്രമല്ല, ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കാൻ നമ്മുടെ എല്ലാം ഉള്ളിൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണം എന്നുണ്ടെങ്കിൽ പോലീസിൻ്റെ അന്വേഷണം മാത്രം പര്യാപ്തമാകുമോ എന്നൊരു സംശയമുണ്ടല്ലോ. ലക്ഷ്മി, അത് തന്നെയാണ് കേരള പോലീസ് സംസ്ഥാനത്ത് അന്വേഷിച്ച പല കേസുകളുടെയും അവസാനം നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ CPM നേതാക്കൾ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളൊക്കെ തന്നെ അവർക്ക് സംരക്ഷണ വലയം ഒരുക്കുക, അല്ലെങ്കിൽ തെളിവില്ല എന്നുള്ള രീതിയിൽ കേസ് അവസാനിപ്പിക്കുക, കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷവും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുക. ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ കാലമാണ് പൊതുസമൂഹത്തിലുള്ളത്. ഒരു ഭരണപക്ഷം CPMന്റെ കീഴിലാണ്, CPM ഭരിക്കുന്ന പാർട്ടിയാണ്, ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. സ്വാഭാവികമായും ഈ കേസിന്റെ അവസാനം എങ്ങോട്ടേക്ക് പോകുമെന്നുള്ളൊരു ആശങ്ക അത് പൊതുസമൂഹത്തിന്
എല്ലാം ഉണ്ട്. സമാനമായ ആശങ്ക ഈ കുടുംബത്തിനുമുണ്ട്. കുടുംബം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ടപ്പോഴും ആവശ്യപ്പെട്ടൊരു കാര്യം അതാണ്. തന്റെ മകന് നീതി വേണം. ഇനി ഒരു മാതാപിതാക്കൾക്കും ഇത്തരത്തിലൊരു സങ്കടകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകാൻ പാടില്ല എന്നൊരു ആവശ്യമാണ് അവർ പരാതിയിലൂടെയും ഒപ്പം തന്നെ SFIയിലെ പങ്കുള്ള ഈ പ്രതികളുടെ ഉൾപ്പെടെ അല്ലെങ്കിൽ കുറ്റക്കാരുടെ ഉൾപ്പെടെ പേര് വിവരങ്ങൾ അടങ്ങിയ രേഖ ഗവർണർക്ക് കൈമാറിയത്. ഒരുപക്ഷെ അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിക്കുകയും ഒരു ജുഡീഷ്യൽ അന്വേഷണം, ഒരു സ്വതന്ത്ര അന്വേഷണം ഈ കേസിൽ വേണമെന്നൊരാവശ്യം ആദ്യം മുതൽ തന്നെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ABVP ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടന ഒരു യൂണിറ്റ് കമ്മിറ്റി പോലും വൈത്തിരിയിലെ ഈ വെറ്റിനറി സർവകലാശാലയിൽ ABVPക്ക് ഇല്ല. പക്ഷേ ആദ്യം സമരമുഖത്തേക്ക് എത്തുന്നത് ആ വിദ്യാർത്ഥി സംഘടനയാണ്. പ്രതിഷേധവുമായി വൈത്തിരിയിലേക്കും വെറ്റിനറി സർവകലാശാലയ്ക്ക് മുന്നിലേക്കും പിന്നീട് സെക്രട്ടേറിയറ്റ് പടിക്കൽ 24 മണിക്കൂർ ഉപവാസ സമരം ഉൾപ്പെടെ അവർ നടത്തുകയുണ്ടായി. അവരും ആവശ്യപ്പെട്ടൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഒരു CBI അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് വേണം. ഒരു സ്വതന്ത്ര ഏജൻസി അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസി അതെത്തിയാൽ മാത്രമേ ഇത്തരത്തിലൊരു കൃത്യമായ അന്വേഷണങ്ങളിലേക്കും പ്രതികളിലേക്കും എത്തുകയുള്ളൂ. ആദ്യം മുതൽ തന്നെ കുടുംബം ആരോപിക്കുന്ന 25-ലധികം വരുന്ന SFI പ്രവർത്തകർ, വിദ്യാർത്ഥികളൊക്കെയായ പ്രതിപട്ടികയുണ്ട്. ആ പട്ടികയിൽ ഇനിയും ആളുകൾ പുറത്തുണ്ട്. ഒപ്പം തന്നെ കണ്ടുനിന്ന വിദ്യാർത്ഥികൾ അവരൊക്കെ കുറ്റക്കാരാണ്. ഒപ്പം തന്നെ ഡീൻ, അസിസ്റ്റന്റ് ഡീൻ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു സംഭവം നടക്കുമ്പോൾ, ഒരു കലാലയത്തിൽ ഒരു സംഭവം നടക്കുമ്പോൾ അത് നേരിട്ട് കാണുകയും അറിയുകയും ചെയ്യുന്ന ഡീനാണ്. ഒപ്പം അതിന് കൃത്യമായ നടപടികളിലേക്ക് സ്വീകരിക്കേണ്ടത് ആ കോളേജിന്റെ അല്ലെങ്കിൽ സർവകലാശാലയുടെ VC ആണ്. പക്ഷേ ഇവരുടെ ഒക്കെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പല ഘട്ടങ്ങളിലും ഡീനിനോട് ചോദിക്കുമ്പോൾ ഡീൻ പറയുന്നത് താൻ പല തിരക്കുകൾ കാരണം ബിസി ആയിരുന്നു, താൻ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല, അവിടെ മർദ്ദനം ഉണ്ടായിട്ടില്ല, ഒരാൾക്കൂട്ട വിചാരണ അവിടെ ഉണ്ടായിട്ടില്ല എന്നൊക്കെയുള്ള വിശദീകരണമാണ് ഡീനിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഡീൻ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കണമെന്ന ആവശ്യം ABVP മുന്നോട്ട് വയ്ക്കുന്നത്. സമാനമായി തന്നെയാണ് കുടുംബവും പ്രതിപട്ടികയിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നത്. കൃത്യമായ നീതി വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതിരോധത്തിലായ ആഭ്യന്തര വകുപ്പ് ഒരുപക്ഷെ നിവൃത്തിയില്ലാതെ തന്നെ CPMന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലെ പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സമയവും SFIയുടെ സംസ്ഥാന നേതൃത്വം ഇവരെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലം. ഈ സാഹചര്യത്തിൽ തന്നെയാണ് കോടതിയിലേക്ക് ജാമ്യമെടുക്കാനും മറ്റ് നടപടികളുമായി കോടതിയിലേക്ക് ഹാജരാക്കിയ പ്രതികൾക്കൊപ്പം CPM നേതാക്കൾ കോടതിയിലേക്ക് എത്തിയതും കോടതിയിൽ നിന്ന് തന്നെ അഭിഭാഷകരുടെ മജിസ്ട്രേറ്റ് തന്നെ CPM നേതാവിനെ പുറത്താക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലായിടത്തും ഈ SFI പ്രവർത്തകരെ പൊതിഞ്ഞു പിടിക്കാനുള്ള CPMന്റെ ശ്രമം അത് തന്നെയാണ് ഈ സംശയത്തിന്. ഈ അന്വേഷണം കൃത്യമായ ദിശയിൽ തന്നെയാണോ പോകുന്നത്, അല്ലെങ്കിൽ കുറ്റവാളികൾ രക്ഷപ്പെട്ടേക്കുമോ എന്ന സംശയത്തിലേക്കും പൊതുസമൂഹത്തിനെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.